യുഎസിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ മുഖംമൂടി ധരിച്ച് ജോലി ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ മുഖംമൂടി ധരിച്ച് ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് കത്ത് നൽകി. ഈ മാസം ആദ്യം സ്റ്റാംഫോർഡിലെ കോടതിക്ക് പുറത്ത് മുഖംമൂടി ധരിച്ച ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ ഒരു വ്യക്തിയെ അടയാളമില്ലാത്ത വാഹനത്തിൽ കയറ്റിയ സംഭവത്തിലടക്കമാണ് ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ ഇടപെടൽ. ഹോം മെയ്ഡ് നോൺ ടാക്ടിക്കൽ മാസ്കുകൾ ഉപയോഗിച്ച് മുഖം മറയ്ക്കുന്നതിൽ നിന്ന് ഫെഡറൽ ഏജന്റുമാരെ തടയുന്ന നോ സീക്രട്ട് പോലീസ് ആക്ട് ഉൾപ്പെടെ നിരവധി ബില്ലുകൾ ഡെമോക്രാറ്റുകൾ കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ കോൺഗ്രസിൽ ഈ ബിൽ പാസ്സാകാൻ സാധ്യതയില്ല. മുഖംമൂടി ധരിക്കുന്നത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇത് പൊതുജന വിശ്വാസം ഇല്ലാതാക്കുമെന്നും നിയമപാലകരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറയ്ക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മുഖംമൂടി ധരിച്ചും അടയാളമില്ലാത്ത വാഹനങ്ങളിൽ സഞ്ചരിച്ചും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന അറസ്റ്റുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകണമെന്നാണ് ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ ആവശ്യം. കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളായ റോബർട്ട് ഗാർസിയയും സമ്മർ ലീയുമാണ് ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോമിന് കത്തയച്ചത്. അന്യായമായ പരിശോധനകളിൽ നിന്നും പിടിച്ചെടുക്കലുകളിൽ നിന്നും 4ാമത്തെ ഭേദഗതി ഓരോ വ്യക്തിക്കും സംരക്ഷണം നൽകുന്നുവെന്ന് കത്തിൽ പറയുന്നു. 5ാമത്തെ ഭേദഗതി നിയമപരമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്നു. ഈ തത്വങ്ങളുടെ ലംഘനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് പൊതുജന വിശ്വാസത്തെയും നിയമപരമായ നടപടിക്രമങ്ങളെയും നിയമനിർവഹണത്തിലെ സുതാര്യതയെയും അപകടകരമായി ഇല്ലാതാക്കുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും നമ്മുടെ സമൂഹത്തെ സുരക്ഷിതമല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും കത്തിൽ പറയുന്നു. തടങ്കലിൽ വെക്കുന്നത് ഉദ്യോഗസ്ഥരാണോ അതോ നിയമവിരുദ്ധമായി തട്ടിക്കൊണ്ടുപോവുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥ ഇമിഗ്രേഷൻ ഏജന്റുമാർ മുഖംമൂടികളും അടയാളമില്ലാത്ത വാഹനങ്ങളും ഉപയോഗിക്കുന്നത് ദുർബലരായവരെ ചൂഷണം ചെയ്യാൻ മോശം ആളുകൾക്ക് അവസരം നൽകുന്നുവെന്നും കത്തിൽ കൂട്ടിച്ചേർക്കുന്നു. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ മറവിൽ തട്ടിപ്പുകൾ നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇരുവരുടെയും മുന്നറിയിപ്പ്. അതേസമയം മുഖംമൂടി ധരിച്ചുള്ള ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ രീതിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. സാധാരണയായി വലിയ തോതിൽ അപകട സാധ്യതയുള്ള അറസ്റ്റുകൾ നടത്തുമ്പോൾ മാത്രമേ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക യൂണിഫോം ധരിക്കാറുള്ളൂ. അക്രമികളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ മുഖംമൂടി ധരിക്കുന്നതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വിശദീകരണം. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ അത്യാവശ്യമാണെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വാദിക്കുന്നു. ജൂലൈ 15-ന് ബീവർട്ടൺ മോണ്ടിസോറി സ്കൂളിന് പുറത്ത് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ അറസ്റ്റും വിവാദമായിരുന്നു. ഇതും രാഷ്ട്രീയ നേതാക്കളുടെ ഇപ്പോഴത്തെ ഇടപെടലിന് കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ കാലത്ത് മുഖംമൂടി ധരിച്ച ഇമിഗ്രേഷൻ ഏജന്റുമാർ സാധാരണ വേഷത്തിൽ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ രീതിയാണെന്ന വിമർശനമുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമായ തിരിച്ചറിയൽ രേഖകൾ പ്രദർശിപ്പിക്കണമെന്ന് പ്രാദേശിക ഫെഡറൽ തലങ്ങളിലുള്ള നിരവധി നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏജൻസിയുടെ പേര് അല്ലെങ്കിൽ ചുരുക്കെഴുത്ത്, ഉദ്യോഗസ്ഥന്റെ പേര് അല്ലെങ്കിൽ ബാഡ്ജ് നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നാണ് ആവശ്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.